ഹലോ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇറ്റ്സ് മീ അർച്ചന സുരേഷ്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ഫണ്ടുണ്ടാവും, പിന്നെ ബോറടി ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്താ സഹിക്കുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സെറ്റാക്കാം. സോ അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ കണ്ണുറന്ന് കർട്ടനൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ കുറേ കാക്കുറക്കണം കേസ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ പിള്ളേരുണ്ട് ഇറ്റങ്ങളവിടെ എംസാൻഡിൽ കളിക്കാൻ. നല്ല രസമുണ്ടായി കാണാൻ. കുറച്ചൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ എംസാൻഡൊക്കെ ഒലിച്ചു പോകും. അതുമാതിരി ആക്കി ഇട്ടിട്ടുണ്ട് ഇപ്പം. പിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടുപോകൊണ്ടിരുന്നു അതൊക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു. ഞാൻ എഴുന്നേറ്റിട്ടുള്ളൂ, പല്ലേക്കണം, കുളിക്കണം. എനിക്ക് പിന്നെ അമ്പലത്തിലും കുറച്ച് പോകാനുണ്ട്. ഇത് നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനും കൂടിയാണ്. സോ അതെല്ലാം സെറ്റാണ്. പിന്നെ ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് കാറ്റ്. സോ അതിൻ്റെ കുറച്ച് ലീലാവിലാസങ്ങളുണ്ട്. നമുക്കിത് മേളിൽ പോയി നോക്കാം. മേലിലാണ് പണി നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കിടക്കും പണിയൊക്കെ കിടക്കുമ്പോൾ ഞാൻ നോക്കി കിടക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയി നോക്കാം. മുകളിലെ വ്യൂ കാണാൻ നല്ല രസമാണ് ഗീസ്. രാവിലെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. അപ്പം നമ്മൾക്ക് മുകളിൽ ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ. കൺസ്ട്രക്ഷൻസൊക്കെ പ്രോഗ്രസ്സിങ് ആണ്. അതിനപ്പുറം നോക്കിയപ്പോൾ നമ്മൾ മൂണൊക്കെ ഉണ്ടത്. നമ്മൾ സൂം ചെയ്തു ഗീസ്. പിന്നെ അതേ നമ്മുടെ ബാക്കിൽ നമുക്കൊരു ഡോക്ടറിൻ്റെ വീട്. അവിടെ കുറേ ആമ്പലും കാര്യങ്ങളുണ്ട്. അവിടെ പട്ടി വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. അവർക്കൊരു ബോബും ഉണ്ട് ഗീസ്. ഇത് ഇവിടുത്തെ കുട്ടിയാണ് ഗീസ്. ഞങ്ങൾ കളിച്ചു, രാവിലെ ഇരുന്ന് കളിച്ച്, വേറെ പണിയൊന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനെ അമ്മ പറഞ്ഞാൽ നമുക്ക് കറിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് കോഴി വട്ടടിക്കാൻ പോയി ഗീസ്. അപ്പോൾ അതേ ഒരു വീട്ടിൽ അതിൻ്റെ ഊട്ടയിൽ പൂച്ചടന്ന് ഉറങ്ങണം. പിന്നെ ഞാനവിടെ നിന്ന് നടന്ന് വീടിൻ്റെ അടുത്താണ്. പിന്നെ അതേ നമ്മുടെ അവിടെ ഒരു ലാബ് കുട്ടൻ. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് കിടന്ന് ഉറങ്ങാണ്ടായി. കണ്ണെന്ന് തുറന്നിരിക്കണ്ടായിരുന്നു, ഉറങ്ങിയില്ല കേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കട. നമ്മളിവിടെ ചെന്ന് സാധനം മേടിച്ചപ്പോഴത്തേക്ക് രേസ് പോകണം. ഇത് ദീപ്തിയുടെ കസിനാണ് കേസ്. അതിന് താറ്റേ കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് മുട്ടയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് കിടന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ പറഞ്ഞ പോളുകുട്ടൻ നമ്മുടെ പപ്പിക്കുട്ടനെ കണ്ട്. പിന്നെ നോക്കിയപ്പോൾ കണ്ണാപ്പിയുടെ പോലത്തെ ഒരു പൂച്ച. ഞാൻ കണ്ണാപ്പിയാന്ന് ചോദിച്ച് കണ്ണാപ്പി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അതിൻ്റെ മോന്തതല്ല കേസ്. അത് പിന്നെ തിരിഞ്ഞു നോക്കി. അമ്പലത്തിൽ കൊട്ടേ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തൊരു സൺസ്ക്രീൻ ഇട്ട് പൊട്ടു അത്രയും ചെയ്തിട്ടുള്ളൂ. വന്നിട്ട് നമുക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാം. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് സോ നമ്മൾ നടന്ന് ദീപ്തിയുടെ വീട്ടിൽ പോയി. ദീപ്തിയുടെ ഇന്ന് കാൽക്കുലേറ്റർ അടിക്കാനായിരുന്നു. ദീപ്തി ഇങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റെന്നുള്ളൂ തോന്നുന്നു. അപ്പം നമ്മൾ കാൽക്കുലേറ്ററൊക്കെ മേടിച്ചപ്പോൾ ദീപ്തിയുടെ വീണ്ടും ഓപ്പോസിറ്റ് ഒരു ജൂലി ഇല്ലേ, നമ്മുടെ സി മുസയിൽ ജൂലിനെ പോലത്തെ പൂച്ച. പിന്നെ അമ്പാടിയുടെ കയ്യിൽ കാൽക്കുലേറ്ററൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ നടന്നു. ഇതാണ് നമ്മുടെ മനോഹരമായ ഉണിച്ചിറ നഗരം. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും അവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരെയും സൂം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ക്രോസ് ചെയ്ത് 2 പേര് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സൈഡിലും 2 പേര് കിടക്കുന്നുണ്ടായിരുന്നു. ഒരാൾ വൈറ്റാണ് കേസ്. ക്യൂട്ടാണ്, കാണാനൊക്കെ രസമുണ്ട്. പിന്നെ എനിക്ക് പേടി അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് അമ്പലത്തിലെത്തി. ഞാൻ തൃക്കാക്കരയിലാണ് പോയത്. പിന്നെ നമ്മൾ തൊഴുതു. അവിടെ തൃക്കാക്കര അമ്പലത്തിൻ്റെ അകത്ത് തന്നെ കുറേ പട്ടി, പൂച്ച, പശുമ്പൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ നടക്കാൻ പോണ സമയത്ത് കുഞ്ഞിതായിരുന്നു. ഇതിപ്പോൾ വലിയത് കേസ്. അങ്ങനെ നമ്മൾ അതിനെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ പിന്നെയും നടന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറേ പശു അവിടെയൊക്കെ ഉണ്ട്. പശു, പോത്ത്, അങ്ങനത്തെ ആൾക്കാർ. പോത്തല്ലെന്ന് തോന്നുന്നു, പശുവെന്ന് തോന്നുന്നു. ആൻഡ് ഇവരുണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്ത് തന്നു ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ സൂം ചെയ്തെടുത്തു. അപ്പോഴാണ് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടി കിടക്കണ്ടേ. ഇതിന് ഞാൻ കണ്ടില്ലായിരുന്നു. എന്നപ്പോൾ സൂം ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ആലിൻ്റെ ചോട്ടിൽ അതിൻ്റെ അവിടെ നല്ല രസമാണ് ഇരിക്കാൻ, സൂപ്പറാണ്. പിന്നെ ഞാൻ പോയി മസാല ദോശയൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലെത്തിയപ്പോൾ എന്നെ കാത്തിട്ട് എൻ്റെ പുള്ളിക്കണ്ടേ ഗസ്. പിന്നെ ഞാൻ വീട്ടിലൊന്ന് നേരെ റെഡി ആവുമെന്ന് ചോദിച്ചു. സമയമില്ല, നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴേക്കും സമയം പോയി. അപ്പോൾ നമുക്ക് വളരെ ലളിതമായ ബ്യൂട്ടീഷ്യനാണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബേസ് ഒന്നും ചെയ്തിട്ടില്ല. സോ പോയിട്ട് വരാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചത്. ഞാനിത് വിശാൽ മാർട്ടിൽ നിന്ന് മേടിച്ചത്. കാലൊക്കെ പൊക്കണ്ടുണ്ട്, നിങ്ങൾ പേടിക്കരുത് ഗൈസ്. അത് എൻ്റെ പാൻറ്റ് കാണിച്ചത്. പിന്നെ ഞാൻ റെഡി ആവാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ സെറം യൂസ് ചെയ്തു. നമ്മൾ നോർമലി അല്ല, നമ്മൾ നല്ല ഗംഭീരമായി ചെയ്യുന്ന എൻ്റെ ബ്യൂട്ടീഷ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ സെറം യൂസ് ചെയ്ത് പിന്നെ മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും. അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ അഭ്യാസങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ണടക്കുക ഗൈസ്. കുറേ അഭ്യാസങ്ങൾ എനിക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എൻ്റെ മുഖത്ത് നല്ല കുരു വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എന്തെങ്കിലും കുരു വരണം, അത് മസ്റ്റാണ്. പിന്നെ ഞാൻ റൂം മാറി അവിടെ നിന്ന്. അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ സാധാരണ ലിപ് ബാം ഇട്ടു, പിന്നെ കണ്ണെഴുതി കൊടുത്ത്, ഐബ്രോസ് ഫില്ല് ചെയ്തു. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു കേസ്. പിന്നെ ഞാൻ ലാസ്റ്റ് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ നമ്മുടെ ഇതില്ലേ സ്ട്രോക്ക് ക്രീം, അത് കുറേ നാളായി മേടിച്ചിട്ട് അത് ഒക്കെ ഉപയോഗിക്കേണ്ട കേസ്. വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്തെങ്കിലും പരിപാടി കഴിയുമ്പോൾ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അതും കുറേ പെറുക്കിയിട്ട് കേസ്. പിന്നെ എന്താ പിന്നെ ഞാൻ കുറേ എന്തൊക്കെ മുഖത്ത് വരെ തേച്ചെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മ തന്നെയില്ല. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് സെറ്റായി. എന്നെ കമ്മലിടുന്നതിന് മുമ്പ് നമുക്ക് മുടി സെറ്റ് ചെയ്യണം ഗീസ്. ഇതാണ് കമ്മൽ. ഞാൻ ഇന്നലെ മീഷോയിൽ വരുമെന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയില്ല ഗീസ്. പിന്നെ നമ്മൾ സെറൊക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടിയപ്പോൾ എനിക്ക് എന്തോന്നും ഇല്ലാത്ത പോലെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത് പോയി വേറെ കെട്ടി ഗീസ്. ഓരോരോ ഭ്രാന്ത്. അത് കഴിഞ്ഞ് കമ്മലൊക്കെ ഇട്ട്, ഈ കമ്മലിന് തലേദിവസം പോയി മേടിച്ചാണ്. സാധാരണ ഞാൻ നേരത്തെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു, എന്നാലും തലേദിവസത്തെ ഒരു ഓട്ടം ഉണ്ട് അങ്ങനെ. പിന്നെ ഞാൻ കുറേ നേരം അഭ്യാസം കളിച്ച് ഇങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കൊള്ളാം ഇങ്ങനത്തെ രണ്ട് മുടിയൊക്കെ ഫ്രണ്ടിലൊക്കെ ഇട്ട് പിന്നെയും എന്തൊക്കെ കിടന്ന് കാണിക്കുന്നു ഗീസ്. ഓക്കെ, അത് കഴിഞ്ഞത് എൻ്റെ പുതിയ ചെരുപ്പ് എനിക്ക് കുക്കൂട്ടം മേടിച്ചെന്നാണ് ഗീസ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് കോളേജിൽ പോണതിന് മുമ്പ് സൊസൈറ്റി പോകണമായിരുന്നു. അപ്പം അച്ഛനായിട്ടാണ് പോയത്. അപ്പം അച്ഛനെയും പിറക്കി ഞങ്ങൾ വഴി നടന്നു. ഇതാണ് എൻ്റെ അച്ഛൻ. ഇവിടെ ഉണ്ടായില്ല. ഇതാണ് എൻ്റെ അച്ഛൻ. പിന്നെ നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ചാണ് പോയത്. ഓട്ടോയൊക്കെ പിടിച്ച് നമ്മളവിടെ എത്തി. പിന്നെ നടന്ന് മേളിൽ കയറണം. ഇതാണ് നമ്മുടെ ചക്കപ്പഞ്ചാട്ടൻ്റെ ബിൽഡിങ്. ഇതാണ് ചക്കപ്പഞ്ചാട്ടൻ. ഓക്കെ, നമ്മൾ മുകളിൽ കയറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്, ടോളിലെ ബസ് സ്റ്റോപ്പിൽ. കുറേ നേരം നിന്ന് ബസ്സൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ചെൻ്റെ ഒരു ജൂനിയറും കൂടി ഉണ്ട്, അവനെയും കൂട്ടി ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ കോളേജിലെത്തി. കോളേജിൽ ഭയങ്കര മൂകമായിരുന്നു. പിന്നെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങിയതാണ് ലിസി മിസ്സാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളായിരുന്നു. അതിൻ്റെ ഇപ്പോൾ പ്രിൻസിപ്പളാണ്. പിന്നെ മിസ്സ് കുറേ സ്പീച്ചൊക്കെ പറഞ്ഞ് മിസ്സ് പോയി. അതിന് പിന്നെ കൾച്ചറൽസ് ആയിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പിള്ളേരാണ്. ആൻഡ് പിന്നെ നമുക്ക് സെക്കൻഡ് ഇയർ പിള്ളേരുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ മ്യൂസിക് ടീമുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ മ്യൂസിക്. എല്ലാവരും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. ആൻഡ് ഇവർക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടി ഗൈസ്. അത് അഭിമാന നേട്ടമാണ് ഞങ്ങൾക്ക്. ആൻഡ് പിന്നെ നമ്മുടെ PG സെക്കൻഡ് ഇയർ ചേച്ചിമാരുടെ കൾച്ചറൽസ് ചേട്ടന്മാരുണ്ട്. അവരടിപൊളിയായിരുന്നു. അവർ വെറുതെ സീനായിരുന്നു. ചിരിക്കാനൊക്കെ ഉണ്ടായി, കുറേ കോമഡിയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അത് കുറച്ച് നേരം കണ്ടിരുന്നു. അപ്പോഴേക്കും 12 മണിയായപ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മൾ കേക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല കേസ്. എനിക്ക് കഴിക്കണം ഒരു ക്രേവിങ്സ് അപ്പോൾ കയറി വന്നില്ലായിരുന്നു. പിന്നെ പിന്നെ അത് കഴിയുമ്പോഴേക്കും നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ്. നമ്മളീ പരിപാടി ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യണത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അസോസിയേഷന് പ്രസിഡൻ്റ് ഉണ്ട്. സോ പവിത്ര വന്നിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്തു. ആൻഡ് ഓൾസോ അതിന് മുന്നേ ഇത് നമ്മുടെ അഗസ്റ്റിനാണ് കേട്ടോ. അഗസ്റ്റിൻ ക്രിസ്മസിനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് പറയാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ മിസ്സുമാരാണ്. മിസ്സുമാർക്ക് നമുക്ക് എല്ലാവർക്കും ഗെയിം സെക്ഷൻ വെച്ചിട്ടുണ്ടായി. പിന്നെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മിസ്സുമാരായിട്ടെന്ന് വെച്ചിട്ട് മിസ്സുമാരെ കൊണ്ടുവപ്പിച്ച്. ആൻഡ് ഇതിൽ റോസ് മിസ്സും താര മിസ്സും ഇവർ രണ്ടുപേരും കേട്ടോ ജയിച്ച. ഈ ബോള് വെച്ചിട്ട് ഇങ്ങനെ ബാസ്ക്കറ്റിൽ ഇടുക, അങ്ങനെ 3 ടൈംസോ അങ്ങനെ സംഭവമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. അവരടിപൊളിയായിട്ട് ചെയ്തു ഗീസ്. ഭയങ്കര പവറായിരുന്നു. പിന്നെ ഞങ്ങളുടെ മിസ് ഉണ്ടായിരുന്നു, ശ്രീലക്ഷ്മി മിസ് ഉണ്ടായിരുന്നു, പിന്നെ മിനി മിസ് ഉണ്ടായിരുന്നു, റോസ്മേരി മിസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ
നല്ല അടിപൊളിയായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഇത് പവിത്ര വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ക്ലാസ്സിൽ ചെന്നപ്പോൾ സബിത മിസ്, ഇതാണ് നമ്മുടെ ക്ലാസ് ടീച്ചർ. മിസ് കേക്കൊക്കെ കട്ട് ചെയ്ത് മിസ് എന്തൊക്കെ പറയുന്നുണ്ട് ഗീസ്. മിസ് ഭയങ്കര ജോലിയാണ്, ഭയങ്കര ഫണ്ണിയാണ്. അപ്പോൾ നമ്മളെന്തോ നൈഫ് നോക്കിയിരിക്കുമായിരുന്നു. ലാസ്റ്റ് അത് കിട്ടി, നൈഫ് കിട്ടി. എന്നിട്ട് മിസ് കട്ട് ചെയ്ത് മിസ് എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത്. ആക്ച്വലി നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടില്ല, ഇടുമായിരിക്കാമെന്ന് വിചാരിക്കുന്നു, അറിയില്ല എങ്ങനെയാണെന്ന്. നമുക്ക് അതിനുള്ളൊരു കറക്റ്റ് ടൈം കിട്ടില്ല. ഇത് ലിയ, അത് ജോസഫ് ഡോണൽ, ഇത് ആൽബിൻ ആൻഡ് ഇത് മെറിൻ, ഇത് ലെന ആൻഡ് അപ്പുറത്തെ ഗാഥ, ഇതെൻ്റെ വിഷ്ണുപ്രിയ, ഇത് ആൻമരിയ, പിന്നെ സിസ്റ്റർ, പിന്നെ ഞാനായിരുന്നു. നമുക്ക് എല്ലാവർക്കും മിസ്സ് വെച്ചൊക്കെ തന്നു. മിസ്സിനും തിരിച്ചു കൊടുത്ത്. പിന്നെ സിസ്റ്റർ ഞങ്ങൾക്ക് ദേ മിഠായി കൊണ്ടു തന്നു, എല്ലാവർക്കും കൊടുത്ത് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ആരും കൂടി പുറത്തേക്ക് ഇറങ്ങി. ദേ വിഷ്ണു താഴേക്ക് കലിപ്പിട്ട് പോകുന്നു ഗൈസ്. ആറ്റിറ്റ്യൂഡാണത്. അതൊക്കെ വലിച്ചെറിയാൻ പോകുന്നു ഗൈസ്. അതിപ്പോഴേക്കും ഞങ്ങൾ ക്രാഫ്റ്റ് സ്റ്റോറിൽ പോയി അവിടെ ഒരു ബുക്ക് പഠിക്കാണ്ടായി. ഈ ബുക്കാണ് എടുത്ത. അതിപ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിനിടയ്ക്ക് കുറേ റീലൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേട്ടാ. പിന്നെ അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായി, നല്ല രസമുണ്ടായി. ഒരു ക്രിസ്മസ് മൂടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ താഴെ പോയി ഒരു സ്ലൈസ് കുടിക്കാനാണ് പോയാൽ ആ കട ഫുൾ തപ്പി. എന്ത് സ്ലൈസല്ല, വെറുതെ ഓരോന്നും കാണാൻ അത് ഇതൊക്കെ വെറുതെ കിടന്ന് കുണുകുണു പറയാൻ വേണ്ടി. ഇതൊക്കെയാണ് ഓരോ പരിപാടികൾ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് ക്രോക്സൊക്കെ വേണമെന്നൊക്കെ ഉണ്ടായി ഗീസ്. അപ്പോൾ ക്രോക്സ് മേടിച്ചിരുന്നൊക്കെ ചോദിക്കണ്ടായി. അയ്യോ നല്ല രസമായിരുന്നു എന്തായാലും. അതേപ്പിക്കും പിന്നെ നമ്മൾ സ്ലൈസ് എടുക്കാനുള്ള തന്ത്രപ്പാടിലെത്തിയായിരുന്നു ഗീസ്. അതെ ഗീസ്, അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് കിടക്കാമെന്ന് വെച്ചാൽ ഉച്ചയായി. അപ്പോഴേക്കും ഞാനും കഥ ആൻമേരി ഞങ്ങൾ ഓരോ റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പെനി ഉണ്ടായി ഗീസ്. ഞങ്ങൾ പിന്നെ പോയിട്ട് ഞങ്ങൾ ഒരു സേമിയയും ഒരു ബട്ടർ സ്കോച്ചും ഒരു ട്രോപ്പിക്കൽ ഗ്രേപ്പ് ഇതൊക്കെ മേടിച്ച് ഞങ്ങളിന്ന് കഴിച്ച്. ഇത് നമ്മുടെ ആനാട്ട ഗീസ്. ആനെ ഭയങ്കര നാണമാണ്. ഇത് ഗാഥക്ക് നാണമൊന്നുമില്ല ഗീസ്. പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ചധികം നടക്കാനുണ്ട്. നടന്ന് വീട്ടിലേക്ക് വീട്ടിലെത്തി. ഞാനപ്പോൾ ഒരു മിജ്മേടൊക്കെ മേടിച്ച് ഇതൊക്കെ കുടിച്ച് നടന്നു ഗൈസ്. പിന്നെ വീട്ടിലെത്തി. ഇതൊക്കെ ഊരിക്കളഞ്ഞ് വലിയ ആശ്വാസമാണ്. സോ നമ്മളിത് കുളിക്കാൻ പോയിട്ട് വരാമെന്നാണ് ഈ പറയണത്. ഞാൻ കുളിച്ച് വന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്ന ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ലിബാമൊക്കെ ഇടാം. എൻ്റെ അതൊക്കെ പെറുക്കിട്ടു ഗൈസ്. അയ്യോ, അപ്പോൾ വിഷമം തീർന്നു. അതിന് പിന്നെ എൻ്റെ കണ്ണാടിയിൽ എൻ്റെ മോന്തയൊക്കെ നോക്കിയിരുന്നു. കുറേ പിമ്പിൾസ് വന്നിട്ടുണ്ട്. എനിക്കറിയാതെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കും ഞാൻ വിചാരിക്കുന്നു ഗീസ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യണം. വീട് ഫുൾ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ പണി നടക്കണതുകൊണ്ട് കുറേ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഗീസ്. അപ്പം ഇതാണ് എൻ്റെ അപ്പൂപ്പൻ്റെ മുഖം. പറഞ്ഞതുപോലെ നമുക്ക് പണി തുടങ്ങി. പണി എടുക്കുമ്പോൾ എനിക്കിങ്ങനെ വീട്ടിലെടുക്കാൻ അലർജിയാണ്. അത് നമുക്ക് പണി ഇതാണ് ചൂല്. ഫുള്ള് നമുക്ക് അടിച്ചു വരിയിട്ട് ഇപ്പോൾ കാണാം ബേബി. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമുക്കിനി അതിലൂടെ തുണികൾ വിളിച്ചതാണ് അലക്കാനുള്ളത്. സോ നമ്മളതാണ് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം വൈകിട്ട് 4 മണി 4:30 ആവാറായി. ചായ കുടിച്ചിട്ടില്ല ഗൈസ്. നമുക്കപ്പോൾ ബാക്കി പണികൾ ചെയ്തിട്ട് വരും. സിങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകണ്ട ഗൈസ്. നമുക്ക് അതിൽ നിന്ന് കഴുകാം. ഓക്കെ ഗൈസ്, നമ്മുടെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. എല്ലാ പണികളും സമ്മതം. ബോധമില്ലായ്മ ഒരു കുറ്റമില്ല. ഈ പൂണെടുത്ത് ഒരു ഹായ് കൊടുക്കും. നമുക്ക് കുറേ പൂച്ചകളുണ്ട് ഗൈസ്. അവരുടെ വെച്ച് നമുക്കൊരു ദിവസം വ്ലോഗ് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഏകദേശം നമുക്ക് ഇത്രയും പണി കഴിഞ്ഞു. കുറച്ചധികം പണിയെടുക്കുന്നുണ്ട്.
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ വന്ന് എനിക്കിത് ഈ കാർട്ടൂൺ ഇഷ്ടമാണ് ഗൈസ്. ഈ കാർട്ടൂൺ ഇരുന്ന് കണ്ടു, കുറച്ച് നേരം ഇരുന്ന് കണ്ട് പിന്നെ കുറേ നേരം ഇരുന്ന് ഫോൺ കുത്തി. ടി വി ഓൺ ചെയ്ത് ഫോൺ കുത്തിലാണല്ലോ പരിപാടി, അത് സാധാരണ. ഗൈസ് ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് കാണിച്ചതാണ്. പിന്നെ കുറച്ച് നേരം അത് ഇരുന്നായിരുന്നു. അപ്പം അമ്മ കയറി വന്ന്, പിന്നെ അമ്മയുടെ അടുത്ത് ഇതുപോലെ കയറിയിരിക്കണ്ടായി. അപ്പോഴാണ് അമ്മയുടെ കയ്യിൽ ഏതൊരു താക്കോല് അങ്ങാണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ജോലി ചെയ്യണ സ്ഥലത്ത് നിന്ന് വെച്ചിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ താക്കോൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ് ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ ഓട്ടോ ഒക്കെ ഇടിച്ച് അവിടം വരെ പോയി. അമ്മ വർക്ക് ചെയ്യണത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടുത്തെ എന്തോ ഒരു കീ ആയിരുന്നു. അപ്പം നമ്മൾ കീ ഒക്കെ കൊടുത്ത് ഇതാണ് BNB ഹോസ്പിറ്റലാണ് ഗേസ്. അവർ റീലൊക്കെ ഇറക്കിയിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഒരു പൈപ്പിൻ്റെ സാധനം മേടിക്കണ്ടായി, അതും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. ഇതാണ് എൻ്റെ അമ്മ, സുലമ്മ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എന്തോ പുട്ടുപൊടി ചായപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം. ഞാൻ ഇന്നും ഒന്നും കഴിച്ചിട്ടില്ല, മെയിൻ കോഴ്സ് അങ്ങനെ പറഞ്ഞിട്ട്. നമുക്ക് വെള്ളയപ്പം കഴിയും. രാവിലെ അമ്മ കൂട്ടിട്ട് വെള്ളയപ്പം ഉണ്ടെങ്കിൽ സോ നമുക്കത് കഴിക്കാം. പിന്നെ കിടന്നുറങ്ങി തലവേദനക്കണമെങ്കിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ ചത്ത് വീടെടുക്കൽ അങ്ങനെ എളുപ്പമുള്ള പരിപാടിയില്ല കേട്ടോ. ഭയങ്കര കടണം. അപ്പോൾ അത് നമുക്ക് പോയി കഴിക്കാം. സോ നമ്മൾ ഇതാണ് കഴിച്ചത് ഗൈസ്. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു ഗൈസ്. ഞാൻ ഉറങ്ങാൻ നല്ല ഉറക്കം വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച്. ഇതെൻ്റെ ചെറിയാണ് ഗൈസ്. ഞങ്ങൾ എല്ലാവരും കൊണ്ടാണ് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനാശംസ. ലാസ്റ്റ്